നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നീരസം മാറ്റാൻ നേതൃത്വം. ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ മെരുക്കാൻ ഹൈക്കമാൻഡ്. നേതൃത്വത്തിന്റെ ക്ഷണമനുസരിച്ച് ഇന്ന് ഡൽഹിയിലെത്തുന്ന അദ്ദേഹം രാഹുൽ ഗാന്ധിയുമായി നാളെ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. താൻ നിർബന്ധം പിടിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ മാത്രമെന്ന് ഉമ്മൻചാണ്ടി. DCC പുനഃസംഘടനയിലെ അതൃപ്തിയെ തുടർന്ന് നീരസത്തിലായ ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാനുള്ള ഹൈക്കമാൻഡ് ഇടപെടൽ കേരളത്തിലെ ശ്രമങ്ങൾ വിഫലമായതോടെ ഡൽഹിയിൽ മുകുൾ വാസ്നിക് മുൻകൈയെടുത്ത അനുരഞ്ജന നീക്കത്തിൽ മുതിർന്ന നേതാവ് AK ആന്റണിയും പങ്കെടുക്കും. അതിനിടെ ഇന്നലെ ഉമ്മൻചാണ്ടി വിട്ടുനിന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നത് രൂക്ഷ വിമർശനം. പാർട്ടി പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ നിലപാട് ശരിയായില്ലെന്ന് PJ കുര്യനും PC ചാക്കോയും. യോഗത്തിൽ ഉമ്മൻചാണ്ടിക്ക് പ്രതിരോധം തീർത്ത് MM ഹസൻ. ഒഴുകി വന്ന മരണം. ബീഹാറിൽ ഗംഗാ നദിയിലെ ബോട്ട് ദുരന്തത്തിൽ മരണസംഖ്യ 24. 10-ലധികം പേരെ കാണാതായതായി റിപ്പോർട്ട്. തലസ്ഥാനമായ പാറ്റ്നയ്ക്ക് സമീപം ഗംഗാതീരത്തെ ഗാന്ധിഘട്ടിനടുത്ത് യാത്രാ ബോട്ട് മുങ്ങിയത് ഇന്നലെ വൈകിട്ട്. തിരച്ചിലൂർജിതം. മരണസംഖ്യ ഉയർന്നേക്കും. അപകടത്തിൽപ്പെട്ടത് സബൽപൂർ ദയറയിലെ മകരസംക്രമോത്സവത്തിന്റെ ഭാഗമായ പട്ടം പറത്തൽ ആഘോഷം കണ്ട് മടങ്ങിയവർ. തീരമടുക്കുന്നതിന് തൊട്ടു മുൻപ് മുങ്ങിയ ബോട്ടിൽ ഉണ്ടായിരുന്നത് 50ഓളം യാത്രക്കാർ. ബോട്ടിൽ ആളുകൾ തിങ്ങിക്കയറിയത് അപകട കാരണമായെന്ന് നിഗമനം. സിവിലിൽ സമരഭീഷണി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി നയം വ്യക്തമാക്കിയതിനു പിന്നാലെ സമരപ്രഖ്യാപനവുമായി കോൺഗ്രസ് അനുകൂല സംഘടന. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സ്ഥാനക്കയറ്റ സാധ്യത നഷ്ടമാക്കുന്ന നീക്കമെന്ന ആക്ഷേപവുമായി നാളെ കൂട്ടവധിയെടുത്ത് പ്രതിഷേധം. സംസ്ഥാന സിവിൽ സർവീസ് എന്നത് LDF പ്രകടന പത്രികയിലെ വാഗ്ദാനമെന്നും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് ഇടതു നയമല്ലെന്നും മുഖ്യമന്ത്രി. KAS രൂപീകരണ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടില്ല. വസ്തുതകൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ജീവനക്കാരുടെ ആശങ്കയെന്നും പിണറായി വിജയൻ. സ്റ്റേറ്റ് സിവിൽ സർവീസിലേക്കുള്ള എണ്ണം നിശ്ചയിക്കുന്നത് അതത് വകുപ്പിലെ 2ാം ഗസറ്റഡ് തസ്തികയിലെ 10% ജീവനക്കാരുടെ എണ്ണം അടിസ്ഥാനമാക്കി. പൊതുഭരണം, ധനകാര്യം എന്നിവയ്ക്ക് പുറമെ KAS ഉൾപ്പെടുത്തേണ്ട വകുപ്പുകൾ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് നിർദ്ദേശിക്കും. കറൻസിയിൽ കലാപക്കൊടി. നോട്ട് നിരോധനത്തിനു ശേഷമുള്ള കൂട്ടക്കുഴപ്പങ്ങൾക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി റിസർവ് ബാങ്ക്. RBIയുടെ കറൻസി ഇടപാടുകൾ നിരീക്ഷിക്കാൻ കേന്ദ്ര ഉദ്യോഗസ്ഥനെ നിയോഗിച്ചത് സ്വയം ഭരണാവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമെന്ന ആക്ഷേപം. റിസർവ് ബാങ്ക് ജീവനക്കാരുടെ സംഘടനകളെ ചൊടിപ്പിച്ചത് ധനമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറിയെ നിരീക്ഷകനായി നിയമിച്ച കേന്ദ്ര നടപടി. ബാങ്കിനുമേൽ കേന്ദ്ര സർക്കാരിന്റെ കൈക്കടത്തൽ അനുവദിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി RBI ഗവർണർ ഊർജിത് പട്ടേലിന് യൂണിയനുകളുടെ കത്ത്. രാജ്യത്ത് കറൻസി നിരോധനത്തിനു ശേഷമുള്ള സാഹചര്യങ്ങൾ റിസർവ് ബാങ്കിന്റെ അന്തസ്സും പ്രതിച്ഛായയും ഇടിച്ചതായി സംഘടനകളുടെ ആക്ഷേപം. അതേസമയം RBIയുടെ സ്വയം ഭരണാധികാരം മാനിക്കുന്നതായി കേന്ദ്ര സർക്കാർ. പൊതു താൽപര്യമുള്ള വിഷയങ്ങളിലെ ഇടപെടൽ സർക്കാരിന്റെ കടന്നുകയറ്റമായി കാണരുതെന്നും ധനമന്ത്രാലയം. പൊങ്കൽ ദിനത്തിലെ പോര്. തമിഴ്നാട്ടിൽ മാട്ടുപൊങ്കൽ ദിനമായ ഇന്ന് വിലക്കുലംഘിച്ച് ജല്ലിക്കെട്ടിന് ഒരുക്കം. സുപ്രീം കോടതി വിലക്കുലംഘിച്ചുള്ള ആഘോഷങ്ങൾക്ക് വൻ പോലീസ് സന്നാഹം. മധുരയ്ക്ക് പുറമെ തെക്കൻ തമിഴ്നാട്ടിൽ പലയിടത്തും കോടതി വിലക്കിൽ പ്രതിഷേധിച്ച് പ്രതീകാത്മക ജല്ലിക്കെട്ട്. കോടതി വിലക്കിന്റെ സാഹചര്യത്തിൽ ജല്ലിക്കെട്ടിന് അനുമതി നൽകി ഓർഡിനൻസ് പുറപ്പെടുവിക്കണമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യം കേന്ദ്രം തള്ളിയത് കഴിഞ്ഞ ദിവസം. ജല്ലിക്കെട്ട് അനുകൂലികളും മൃഗസ്നേഹികളുടെ സംഘടനകളും തമ്മിൽ സംഘർഷ സാധ്യതയെന്ന് റിപ്പോർട്ട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.